ശബരിമല കൊള്ളക്കേസിൽ ജയശ്രീ എന്ന ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇന്ന് ഹാജരായി. സുപ്രീം കോടതി വരെ ജയശ്രീ ജാമ്യത്തിന് ശ്രമിച്ചു. അവരുടെ ആരോഗ്യസ്ഥിതി മുൻനിർത്തിയാണ് ജാമ്യത്തിനൊക്കെ ശ്രമിച്ചത്. പക്ഷേ ജാമ്യം ലഭിച്ചില്ല. അവരുടെ അടുത്ത് SITയുടെ മുമ്പിൽ ഹാജരാകാൻ പറഞ്ഞു. അവരിന്ന് ഹാജരാകുകയാണ്. അവരെ ചോദ്യം ചെയ്ത് ശേഷം അവരുടെ റോള് വളരെ വ്യക്തമാണ്. ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരിക്കുമ്പം അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മറിച്ചവരും എല്ലാം കൂടി എഴുതി കൊടുത്ത ആ സ്വർണ്ണക്കൊള്ളയ്ക്ക് ഇടയാക്കിയ കട്ടിലപ്പാടികളും വാതിൽപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളുമൊക്കെ വെളിയിൽ കൊണ്ടുപോകാനുള്ള ആ ഓർഡറിൽ ഒപ്പിട്ടത് അവരാണ്. അവർക്കും കൃത്യമായ റോളുണ്ട്. സാമ്പത്തികമായി എന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഇല്ലയോ എന്നുള്ളത് SIT കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും സുപ്രീം കോടതി വരെ പോയിട്ട് അവർക്ക് വൃക്ക സംബന്ധമായ അസുഖങ്ങളുണ്ട്. അതുകൊണ്ട് റിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മതിയായ ചികിത്സയും റെസ്റ്റും ജയിലിൽ കിട്ടില്ല. അതുകൊണ്ട് അവരുടെ ജാമ്യം പരിഗണിക്കണം എന്ന് തന്നെയായിരുന്നു അവരുടെ വാദഗതി. എന്തായാലും സുപ്രീം കോടതി ഈ കേസിൻ്റെ ഇമ്പോർട്ടൻസ് കണക്കാക്കി ഈ കേസിനകത്ത് ശബരിമല അയ്യപ്പൻ്റെ അവിടുന്ന് സ്വർണം മോഷ്ടിക്കുകയായിരുന്നു, അത് കവർ ചെയ്യുകയായിരുന്നു ബോധ്യപ്പെട്ട സുപ്രീം കോടതി ആർക്കും ജാമ്യം അനുവദിക്കില്ല എന്ന് തന്നെയാണ് നമ്മളൊക്കെ കരുതുന്നത്. അതുകൊണ്ട് അവർ SITയുടെ മുമ്പിൽ ഹാജരാകാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചു. അതിനുശേഷം അവരുടെ ആരോഗ്യസ്ഥിതി അവർക്ക് ജാമ്യം ലഭിക്കുന്ന കോടതിയിലെ ബോധ്യപ്പെടുത്തുക. അപ്പോൾ ആ കോടതി അത് പരിഗണിക്കും എന്നാണ് സുപ്രീം കോടതി പറഞ്ഞു വച്ചിരിക്കുന്നത്. എന്തായാലും ഇന്ന് ഹാജരായിട്ടുള്ള അവരെ ചോദ്യം ചെയ്യും വിശദമായി. അവർക്ക് പറയാനുള്ളതെല്ലാം കേൾക്കും. അതിനുശേഷം അവരിൽ നിന്ന് ചോദിച്ചെടുക്കേണ്ട വിവരങ്ങൾ ചോദിച്ചെടുക്കും. അതിന് ഇനി സമയം വേണമെങ്കിൽ ചിലപ്പം ഇന്ന് അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അവരെ വിട്ടിട്ട് അടുത്ത ദിവസം വരാനായിട്ട് നിർദ്ദേശിക്കാം SITക്ക്. അടുത്ത ദിവസം വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത് അവരെ റിമാൻഡ് ചെയ്യും. എന്തായാലും ഒരാഴ്ചയെങ്കിലും അവർ റിമാൻഡിൽ കിടക്കേണ്ടി വരും. ജയിലിൽ അവരെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. മെഡിക്കൽ പരിശോധനയൊക്കെ നടത്തും. അതോടൊപ്പം തന്നെ അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെങ്കിൽ അങ്ങനെയും കൊണ്ടുപോകാം. അവർക്ക് ശാരീരികമായ ഒരു പ്രശ്നവും ഉണ്ടാകില്ല എന്ന് പോലീസും അല്ലെങ്കിൽ ജയിൽ അധികൃതരും പറയും. അങ്ങനെ എന്തെങ്കിലും അടിയന്തര പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം തന്നെ അവരെ തീർച്ചയായിട്ടും അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അവർക്ക് ജയിലിൽ തന്നെ അവർക്ക് ചിലപ്പോൾ അവരുടെ ശാരീരിക സ്ഥിതി കണക്കിലെടുത്ത് അവർക്ക് കട്ടിലും ആവശ്യമുള്ള ബെഡും ഒക്കെ കൊടുക്കും. അതിനുള്ള വകുപ്പുകളുണ്ട് ജയിലിൽ. അങ്ങനെ കൊടുത്ത ശേഷം അവരുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരോട് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് റെക്കോർഡ് ചെയ്ത ശേഷം അവരെ റിമാൻഡ് ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് മാറ്റും. അവരെ പിന്നീട് 1-2 ദിവസം കസ്റ്റഡികൾ എടുക്കേണ്ടി വരും. ചില കാര്യങ്ങൾ മറ്റു പ്രതികളുമായി അവർ കൂട്ടിച്ചോദിക്കേണ്ടി വരും. അവരുടെ സാന്നിധ്യം വേണ്ടി വരും, അല്ലാതെ ക്ലാരിഫിക്കേഷൻ വേണ്ടി വരും. എങ്കിലും ഈ കേസിനകത്ത് അവർക്ക് തീർച്ചയായിട്ടും എത്രയും നേരത്തെ ജാമ്യം ലഭിക്കും അവരുടെ ആരോഗ്യസ്ഥിതി കണക്കാക്കി എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ SIT അടുത്ത അറസ്റ്റിലേക്ക് നീങ്ങും. ഏറ്റവും അവസാനം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിരുന്നു 2025 അവസാനം വരെ പ്രസിഡൻ്റായിരുന്ന പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ നോട്ടീസ് കൊടുക്കും, വിളിച്ചു വരുത്തും. ഇനി അതിനൊന്നും താമസിപ്പിക്കില്ല എന്നാണ് ഞാൻ കരുതുന്നത്. പ്രശാന്തിൻ്റെ കാലഘട്ടത്തിലും നേരത്തെയുള്ള പ്രസിഡന്റുമാർ ചെയ്ത പോലെ തന്നെ അവിടുത്തെ ചില കട്ടിലപ്പടികളും മറ്റും ദ്വാരപാലക ശില്പത്തിൻ്റെ അവിടെ പൊതിഞ്ഞ മോൾഡുകൾ, വാതിൽ പൊതിഞ്ഞ മോൾഡുകളൊക്കെ അതിൽ സ്വർണം വീണ്ടും പൂശാൻ എന്ന ധാരണയിൽ എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി, അതൊരു ദുരുദ്ദേശം തന്നെയാണ്. വീണ്ടും ഈ സാധനങ്ങളെല്ലാം ചെന്നൈയിൽ എത്തി. ചെന്നൈയിലെ എല്ലാവരും നേരത്തെയുള്ള പ്രസിഡന്റുമാരെല്ലാം കൊടുത്ത ആൾക്കാരെ അവിടെ തന്നെയാണ് ഈ സാധനങ്ങൾ കൊണ്ടുപോയി സ്വർണം പൂശാൻ പോയപ്പം അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈ കൊടുത്തു വിട്ടില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദഗതി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി മഹാനാണ്, അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് കൊടുക്കേണ്ടത്. താൻ അദ്ദേഹത്തിൻ്റെ കയ്യിലല്ല കൊടുത്തുവിട്ടത്, തൻ്റെ കീഴിലുള്ള സ്റ്റാഫിൻ്റെ കയ്യിലാണ് അത് കൊടുത്തയച്ചത് എന്നൊക്കെയാണ് അവരുടെ വാദഗതി. അതിനൊന്നും ഒരു ഡിഫൻസും ഇല്ല, ഒരു പ്രസക്തിയും ഇല്ല.
ദ്വാരപാലക ശില്പം അവിടുന്ന്, അല്ലെങ്കിൽ അവിടുത്തെ കട്ടിലപ്പടി, അല്ലെങ്കിൽ വാതിൽപ്പടിയിൽ പൊതിഞ്ഞ ആ മോൾഡുകൾ, ആ തകിടുകൾ, സ്വർണ്ണത്തകിടുകൾ കടത്തി അവിടുന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതിൽ നിന്ന് അവർ സ്വർണം അടിച്ചു മാറ്റി, അത് തൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതാണ് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത. ഇപ്പോൾ വരുന്ന ചില വാർത്തകളിൽ ഡി മണി എന്ന ദിണ്ടിഗൽ മണി അയാളെ ചോദ്യം ചെയ്തു. അയാളെ ഒരു വിദേശ വ്യവസായി ഇയാളെ വിളിച്ചിട്ട് ഇയാളുടെ കയ്യിൽ ചില ശില്പങ്ങൾ അല്ല ചില വിഗ്രഹങ്ങളുണ്ട്, അത് കാണിച്ചു എന്നാണ് വിദേശ വ്യവസായി പറയുന്നത്. ശരിയായിരിക്കാം. പക്ഷേ ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു സാധനം അയാളുടെ കയ്യിലില്ല എന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ ഇപ്പം വെളിവാകുന്നത്. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്ത് വിട്ടയച്ചു. അറസ്റ്റ് റെക്കോർഡ് ചെയ്തില്ല. വീണ്ടും വരേണ്ടി വരും. എങ്കിലും പ്രാഥമിക അന്വേഷണത്തിൽ ശബരിമലയിലെ സ്വർണം അദ്ദേഹം വാങ്ങിച്ചിട്ടില്ല, വാങ്ങിച്ചതിന് തെളിവില്ല SITക്ക് ഇതുവരെ ഇല്ല. ഇനി മുന്നോട്ടുണ്ടാവുമോ ഇല്ലെന്ന് അറിയത്തില്ല. തൽക്കാലം അദ്ദേഹത്തിനെ മോചിപ്പിച്ചു വിട്ടു. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തില്ല, ചോദ്യം ചെയ്ത് വിട്ടയക്കും. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ തമിഴ്നാട്ടിലൊക്കെ പല രീതിയിലുള്ള ഇറിഡിയത്തെ സംബന്ധിക്കുന്ന ചില കടത്തുകളൊക്കെ നടത്തിയതിനൊക്കെയുള്ള കേസുകളുണ്ട്. അതേസമയത്ത് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് ഇതുപോലെ പഴക്കമേറിയ ആർക്കിയോളജിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ള വിഗ്രഹങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ കടത്തുന്ന തൊഴിൽ തന്നെയാണ് അവിടെ. പക്ഷേ ശബരിമലയിലെ സ്വർണ്ണമൊന്നും അവർ വാങ്ങിച്ചില്ല, അവിടുത്തെ ഒരു വിഗ്രഹവും കടത്തിയിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള അന്വേഷണത്തിൽ SITക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അവരെ വിട്ടിരിക്കുന്നു. അവർ സന്തോഷിച്ച് തങ്ങളെ പോലീസിനെ വിശ്വസിച്ച് അവർ പോവുകയും ചെയ്തു. കാരണം അവരുടെ മൊഴി സത്യമായിട്ടാണ് ഞങ്ങൾ പറയുന്നത്. ആ വിവരങ്ങൾക്ക് വിരുദ്ധമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ SIT കണ്ടുപിടിക്കണമല്ലോ. അതുകൊണ്ട് അവർ സന്തോഷമാരായി SITയെ അഭിനന്ദിച്ചു അവർ പോവുകയും ചെയ്തു. അതിന് വ്യത്യസ്തമായ എന്തെങ്കിലും വരുമോ ഇല്ലയോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ട കാര്യം. ഏതായാലും അടുത്ത അറസ്റ്റിലേക്ക് തീർച്ചയായിട്ടും പ്രശാന്ത് വിധേയനാകേണ്ടി വരും. അത് ഇന്നത്തെ ജയശ്രീയുടെ അറസ്റ്റ് റെക്കോർഡ് ചെയ്ത ശേഷം അടുത്ത ഊഴം തീർച്ചയായിട്ടും പ്രശാന്തിന് തന്നെ. 1998 മുതൽ 2025 വരെ 4 ഫേസസ് ആണ്, 4 ഘട്ടങ്ങളാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ഓരോ ഘട്ടത്തിലും എത്രത്തോളം സ്വർണം അവിടുന്ന് അടിച്ചു മാറ്റി എന്നവർ കണ്ടെത്തും, അല്ല കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നു. അതിലേക്ക് കുറേയൊക്കെ അറസ്റ്റുകൾ നടന്നിട്ടുണ്ട്. പത്മകുമാറും വാസുവൊക്കെ വന്നു കഴിഞ്ഞു. അതുപോലെയുള്ള മഹാന്മാർ ഇനിയും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അന്വേഷണം കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് SITക്ക്. പക്ഷേ ശബരിമലയിൽ നിന്ന് കടത്തിക്കൊണ്ടുപോയ സ്വർണത്തിൻ്റെ പണം കോടിക്കണക്കിന് രൂപ എങ്ങോട്ട് പോയി എന്നാണ് കണ്ടെത്തേണ്ടത്. അത് വിദേശത്തുള്ള ആ വ്യവസായിയല്ല, ഡി മണിയെ പോലെയുള്ള ആൾക്കാർ അല്ല എങ്കിൽ പണം ഇവിടെ തന്നെ വന്നു പോയിരിക്കുന്നു എന്നാണ്. കാരണം സ്വർണം അടിച്ചു മാറ്റി സ്വർണത്തിൻ്റെ പണം ഇവിടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പലരും കയ്യിലെത്തി പല രീതിയിലേക്കും വന്നു. പല രീതിയിലും വന്ന പണം അവർ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു, പലിശയ്ക്ക് കൊടുത്തു, അങ്ങനെയൊക്കെ വന്നു. എങ്കിലും 100 കണക്കിന് കോടികൾ, 100 കോടി കൂടുതൽ ഇടപാടുകൾ ശബരിമലയിൽ നടന്നിരിക്കുന്നു. അതൊരു എല്ലാവർക്കും ഒരു മേച്ചിൽ ഏരിയയാണ്. ഓരോ പ്രസിഡന്റുമാരും വരുമ്പോഴും സേഫായിട്ട് കുറേ അധികം പണം അടിച്ചു മാറ്റാം എന്നവർക്ക് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി. ഏതായാലും 1998 മുതൽ ശബരിമലയിലെ അവിടെ നേർച്ചയ്ക്ക് വഴിപാടായി വരുന്ന വസ്തുക്കളൊക്കെ സ്ഥിരമായി അടിച്ചു മാറ്റി കോടിക്കണക്കിന് രൂപ പ്രസിഡന്റുമാരും അവിടുത്തെ മെമ്പർമാരും സമ്പാദിച്ചിട്ടുണ്ട്. അതുകൂടാതെയാണ് വലിയ കൊള്ള നടത്തി ശബരിമല അയ്യപ്പൻ്റെ ദേഹത്ത് അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ, അതിൻ്റെ മോൾഡുകൾ ഓരോ പ്രസിഡന്റുമാരും മെമ്പർമാരും കടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ 10-25 വർഷമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇപ്പോഴാണ് അത് വെളിവായത്. ഇപ്പോൾ SITയുടെ വരവോടുകൂടി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഇടപാടലോടുകൂടി ഇപ്പം അതെല്ലാം വെളിച്ചോട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണുന്നുണ്ട്. ഈ പണം മുഴുവൻ കോടിക്കണക്കിന് രൂപയുണ്ട്. എനിക്ക് തോന്നുന്നു 10, 200, 300 കോടി രൂപയോളം വരും. അതെങ്ങോട്ട് ഒഴുകി എന്നാണ് SIT കണ്ടെത്തിയത്. അവർ സഞ്ചരിച്ച വഴികളിലൊന്നും ആ പണം ഒഴുകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പണം ഒഴുകിയത്? ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ അയാളുടെ കൂടെ നിൽക്കുന്ന ചെന്നൈയിലെ പാർട്ട്ണറും ഗോവർദ്ധനും ഒക്കെ അവരൊക്കെ അതിൻ്റെ പങ്കാളികളാണ്. അവർ കൂടെയാണ് പണം പോയെന്നുള്ള കാര്യം യാതൊരു സംശയമില്ല. ആ പണം ആരിലേക്കൊക്കെ എത്തി, ഏതൊക്കെ പാർട്ടിക്കാർ
അല്ലെ രാഷ്ട്രീയ സംഘടനകളിലേക്ക് പണം ഒഴുകി, ഏത് വ്യക്തികളിലേക്ക് പണം ഒഴുകി, അത് ഏതൊക്കെ അക്കൗണ്ടിൽ കൂടെ പണം ഒഴുകി, എത്രായിരം അക്കൗണ്ടിൽ കൂടെയാണ് അത് കടന്നിറങ്ങിപ്പോയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ SITക്ക് ധാരാളം സമയം വേണ്ടി വരും. അതുകൊണ്ട് കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ വേണമെന്ന് ഹൈക്കോടതിയിൽ അപേക്ഷിച്ചിരുന്നു. അതനുസരിച്ച് ഹൈക്കോടതി എടുത്തോളൂ, ആവശ്യത്തിനുള്ള പോലീസ് ഓഫീസേഴ്സിനെ എടുത്തോളൂ. അങ്ങനെ 1-2 പോലീസ് ഓഫീസറുടെ ബാക്ക്ഗ്രൗണ്ട് മോശമാണ്, അവരുടെ സർവീസ് കാലഘട്ടത്തിൽ അവർ ചില ചെയ്തികൾ മോശമാണ് എന്നൊക്കെ വാർത്ത വന്നെങ്കിലും SIT അവർ നല്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് തോന്നുന്നെങ്കിൽ അവരുടെ സർവീസുകൾ ഉപയോഗിച്ചോളൂ, അതിന് തടസ്സമില്ല എന്നുള്ള രീതിയിൽ ഹൈക്കോടതി പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും അന്വേഷണം ഒരു 6 മാസം കൂടെ വേണ്ടിവരും കംപ്ലീറ്റ് ചെയ്യാൻ. 6 മാസത്തിനുള്ളിൽ ഇവിടുന്ന് കടത്തിയ സ്വർണത്തിൻ്റെ പണം ആരിലൊക്കെ ചെന്നെത്തി, ഏതൊക്കെ സംഘടനയിൽ ചെന്നു എന്നുള്ള കാര്യം ആണ് SIT കണ്ടുപിടിക്കേണ്ടത്. അതിന് സ്വല്പം സമയങ്ങൾ എടുക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.